CPM-മായി ഇടഞ്ഞ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെ കൊട്ടിഘോഷിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP പാർട്ടിയിലെത്തിച്ചത്. BJP ദുർബലമായ ദേവികുളത്ത് CPM വോട്ടുകൾ ഭിന്നിപ്പിച്ചാണ് എസ് രാജേന്ദ്രൻ 15,032 വോട്ടുകൾ നേടിയത്. ദേവികുളത്ത് BJP അനുവദിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് മുഴുവൻ ചെലവാക്കിയോ എന്ന് സ്ഥാനാർത്ഥിയായിരുന്ന എസ് രാജേന്ദ്രന് കണക്കില്ല. ആകെ അദ്ദേഹത്തിന് അറിയാവുന്നത് തന്റെ അക്കൗണ്ടിലേക്ക് വന്ന 25 ലക്ഷം രൂപയുടെ കാര്യവും പിന്നെ താൻ ചെലവാക്കിയ 33 ലക്ഷം രൂപയുടെയും കാര്യമാണ്. എസ് രാജേന്ദ്രൻ തന്നെ ബാക്കി പറയട്ടെ. ഇത്ര രൂപ തരം നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ഒരു 25 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. അത് നമ്മള് അത് കൂടാതെ 33 ലക്ഷം രൂപയോളം ചെലവ് വന്നു. ആ കണക്കുകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ ബൂത്ത് ലെവലില് 40,000 രൂപ വെച്ചുള്ള ചെലവ് കാര്യങ്ങൾ കണക്കുകളെല്ലാം ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ കേട്ടോ. നമ്മള് പല സ്ഥലത്തും മൈക്കുകൾ എത്താത്ത സ്ഥലത്ത് നേരിട്ട് മൈക്കുകൾ കൊടുക്കേണ്ടി വന്നു. പാരലലായുള്ള വർക്ക് തോട്ടം മേഖലയിലും ആദിവാസി മേഖലയിലും ഏർപ്പാട് ചെയ്യേണ്ടി വന്നു. ദേവികുളത്ത് അനുവദിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്ക് മുഴുവൻ സ്ഥാനാർത്ഥിയായ എസ് രാജേന്ദ്രനെ അറിയിക്കുമെന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇൻചാർജുമാർ ഒരു കണക്കും അറിയിച്ചില്ല. അവർ ഇന്നയാളെ ഏൽപ്പിച്ചെന്ന് എന്നോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെ ഏൽപ്പിച്ചെന്ന് ഞാനും ചോദിച്ചിട്ടില്ല. ഏതെല്ലാം ബൂത്തിൽ കാശ് പോയെന്ന് ഞാനും ചോദിച്ചിട്ടില്ല. സ്റ്റേറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങളോട് പറഞ്ഞത് സ്ഥാനാർത്ഥിയും കൺവീനറും ഇൻചാർജറും 3 പേരും അറിയാതെ മറ്റ് ചെലവുകൾ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് അവർ സ്ട്രിക്റ്റായി പറഞ്ഞിരുന്നു. BJPയും RSSും കൈമെയ് മറന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണോ വോട്ട് കൂടിയത്? അല്ല. ഇത്തവണ എന്താന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായിരുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ ഇങ്ങനെയുള്ള ആളുകളെല്ലാം നിശ്ചലമായി. BMS വന്നില്ല, പ്രവർത്തിച്ചില്ല. അവരുടെയും വോട്ട് ആ കണക്കായിരുന്നു. RSSും അത്ര ഇടപെടലും സജീവമല്ലായിരുന്നു. ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടായ നിസ്സഹകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതൃപ്തി ഉണ്ടെന്ന് എസ് രാജേന്ദ്രന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ട് അതൃപ്തി ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയിപ്പോ സമയമുണ്ടല്ലോ. ഇനിയിപ്പോ കണക്കുകളെല്ലാം ഓഡിറ്റ് നടന്നു വരുന്ന സമയങ്ങളാണ്. അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില ചീത്തലും ചീത്തലും ഒക്കെ ഉണ്ട്. ഒരു വസ്തുത തുറന്നു പറയുകയാണ്. നമുക്ക് ഈ പാർട്ടിക്കകത്ത് വന്ന പോലെ കുറ്റം പറയാനും കുറവ് പറയാനും ഒക്കെ ഉള്ള അവകാശങ്ങളും നമുക്കില്ല. BJPയിലെ തെരഞ്ഞെടുപ്പ് കാല അഴിമതി ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ പങ്കില്ലാത്ത നേതാക്കളും പ്രവർത്തകരും ഞെട്ടലിലാണ്. അതിനിടെയാണ് എസ് രാജേന്ദ്രന്റെ വാക്കുകൾ. ദേവികുളത്തും പണം വിനിയോഗിക്കാതെ മുക്കിയോ എന്ന സംശയം ശക്തമാകുന്നു. ക്യാമറമാൻ ശ്യാംകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.